ഹലോ. നമ്മുടെ മനസ്സുണ്ടല്ലോ, ആ മനസ്സാണ് നമ്മുടെ സ്വത്ത്, നമ്മുടെ സമ്പത്ത്, നമ്മുടെ അസറ്റ് നമ്മളുടെ മനസ്സാണ്. ആ മനസ്സിനെ തകർക്കാനായിട്ട് പലരും പല വിധത്തിൽ നമ്മളെടുത്ത് വരും. നമ്മളെ നെഗറ്റീവ് പറഞ്ഞ് നമ്മളെ മോശപ്പെടുത്താൻ വരും. നമ്മളുടെ കുറ്റങ്ങൾ പറഞ്ഞ് നമ്മളെ മനസ്സിനെ തകർക്കാൻ വരും. നമ്മളുടെ നല്ല ചിന്തകളെയൊക്കെ തരം താഴ്ത്തുന്ന രീതിയിൽ സംസാരിച്ച്, നമ്മളുടെ അഭിപ്രായങ്ങളെ മാനിക്കാത്ത രീതിയിൽ സംസാരിച്ച് നമ്മളുടെ മനസ്സിനെ വ്രണപ്പെടുത്താനൊക്കെ ഒത്തിരി 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 ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ ഇതൊന്നും നമ്മൾ യാതൊരുവിധ ആഫ്റ്റർ എഫക്റ്റും വരാൻ പാടില്ല. നമ്മളുടെ മനസ്സ് എപ്പോഴും നമ്മളുടെ ലോക്കറിലായിരിക്കണം. അത് ആർക്കും വേണ്ടി ചവിട്ടി കുഴയ്ക്കാനായിട്ട് അനുവദിക്കരുത്. എപ്പോഴും നമ്മളുടെ മനസ്സ് പളുങ്ക് പോലെ സൂക്ഷിക്കണം. അതായത് അപ്പുറത്തും ഇപ്പുറത്തും കൂടെ ചെളിവാരി എറിയുന്നവരും കല്ലുവാരി എറിയുന്നവരും എല്ലാം ഉണ്ടാവും. പക്ഷെ ഇതെല്ലാം റിപ്പൽ ചെയ്ത് കളയണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ദിവസവും കുളിക്കുമല്ലോ നമ്മൾ, അല്ലേ? എന്തിനാണ് നമ്മൾ ദിവസവും കുളിക്കുന്നത്? നമ്മുടെ ശരീരം ശുദ്ധിയാകാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? സോപ്പൊക്കെ ഇട്ട് തേച്ച് കുളിച്ച് തുടച്ച് റെഡിയാക്കി മിടുക്കിയായിട്ട് നടക്കും. പക്ഷെ നമ്മളുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും ഫിൽറ്റർ ചെയ്യണം. ഫിൽറ്റർ ചെയ്ത് നെഗറ്റീവ്സിനെയൊക്കെ തട്ടി, ഡെയിലി നമുക്ക് മനസ്സിൽ നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും, അല്ലെ? അപ്പൊ അതിൽ അരിച്ചിട്ട് നെഗറ്റീവുകളെല്ലാം അരിച്ച് കളഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസം നല്ല ഉണർവോടുകൂടി അടുത്ത് നമ്മുടെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെ? അപ്പൊ ദിവസവും നമുക്ക് നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും. അത് മനസ്സിൽ കൂട്ടിയിടരുത്, അരിച്ചു കളയുക. നമ്മളെ ബ്ലഡിലുള്ള മാലിന്യങ്ങളെ കിഡ്നി അരിച്ചെങ്ങനെ മാറ്റുന്നോ അതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളെ നമ്മൾ അരിച്ച് മാറ്റണം. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് പ്രാർത്ഥന അല്ലെങ്കിൽ മെഡിറ്റേഷൻ. പ്രാർത്ഥന അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഇതൊക്കെ നമ്മളുടെ മനസ്സിലെ നെഗറ്റീവിനെ അരിച്ച് മാറ്റുന്ന പ്രോസസ്സുകളാണ്. ഇത് ഡെയിലി നമ്മൾ ചെയ്യണം. ഒരു 20 മിനിറ്റ് പോട്ടെ, ഒരു 10 മിനിറ്റ് എങ്കിലും നമ്മൾ അതൊന്ന് ചെയ്യണം കേട്ടോ. പ്രാർത്ഥന അത് ശ്രവിക്കുന്നതും നല്ലതാണ്. പ്രാർത്ഥന ചൊല്ലാൻ സമയം കിട്ടിയില്ലെങ്കിൽ അത് കേൾക്കുന്നതും നല്ലതാണ്. അത് ആ ഒരു ഫിൽറ്ററിങ് ആണ്. ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ മനസ്സിലെ നെഗറ്റീവ്സ് എല്ലാം മാറിയിട്ട് ഓക്കെ ആവും കേട്ടോ. അപ്പോൾ പ്രാർത്ഥന ശീലമാക്കിയിട്ട് നമ്മുടെ മനസ്സിലെ നെഗറ്റീവുകളെ ഫിൽറ്റർ ചെയ്ത് കളയുക. ഓക്കെ, അത് തുടങ്ങിക്കോണം. ചെയ്യാത്തവര് അത് ഇന്ന് തന്നെ തുടങ്ങിക്കോണം. പ്രാർത്ഥന, നല്ല ചിന്തകൾ വരട്ടെ, കോൺഫിഡൻസ് വരട്ടെ. ആ കോൺഫിഡൻസ് വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ചിന്തകൾ വരും. നല്ല ചിന്തയിൽ നിന്ന് നമുക്ക് ഉയർച്ചയുണ്ടാകും. ഓക്കെ, അങ്ങനെ വേണം ഇനി തൊട്ട് കേട്ടോ. ഓക്കെ.